ഇപ്പോഴും ഹിമാലയൻ 411 ഫാൻസ് ഇഷ്ടം പോലെ പേരുണ്ട്. യൂസ്ഡ് വണ്ടിയൊക്കെ തപ്പി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചതൊരു ഭയങ്കര റിലീഫുള്ളൊരു വാർത്തയായിരിക്കും. ഇനിയും നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കാം, അതും 411 440 അപ്ഗ്രേഡ് ആയ വണ്ടി. ഞാനൊരു 6th ഗിയറിൽ 100 കിലോമീറ്റേഴ്സിൽ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി വൈബ്രേഷനും ഇല്ല, നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440 ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 440 ഓടിക്കുന്നത്. ആൻഡ് ഐ എം പ്രിറ്റി മച്ച് ഇംപ്രസ്ഡ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, 411 ഇതിലേക്ക് വരുമ്പോൾ അതിന് 6 ഗിയർ ഉണ്ട്. അത് മേക്സ് എ ബിഗ് ഡിഫറൻസ്. എസ്പെഷ്യലി നമ്മൾ ഹൈവേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 ഗിയറിൽ നമുക്ക് ഒരു 100-110 കിലോമീറ്റർ സ്പീഡിൽ ഒരു വൈബ്രേഷനും ഇല്ലാതെ സുഖമായിട്ട് ഓടിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ്. 443cc സിംഗിൾ സിലിണ്ടറാണ് വരുന്നത്, വിച്ച് പ്രൊഡ്യൂസസ് 24.5 bhp. ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ടോർക്ക് വരുന്നത് 34 Nm. ഇറ്റ് ഇസ് നോട്ട് ബാഡ്. 6 ഗിയറിലൊക്കെ എനിക്ക് ഈസിലി 60-70s ഗിയർ ഡൗൺ ചെയ്യാണ്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്ക്രാം 440ക്ക് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഇലക്ട്രോണിക്സ് ഒന്നും ഈ വണ്ടിക്കകത്തില്ല, വിച്ച് ഇസ് എ പ്ലസ് പോയിന്റ്. സ്ക്രാം 440ക്ക് 2 വേരിയന്റ് ആണ് വരുന്നത്, ഒന്ന് ട്രെയിലും ഒന്ന് ഫോഴ്സും. ട്രെയിൽ എന്ന് പറയുമ്പോൾ ഇന്ന് സ്പോക്ക് വീൽസ് ആയിരിക്കും വരാം, ഇത് ഫോഴ്സ് എന്ന് പറഞ്ഞ എഡിഷൻ ആണ്. ഇതിന് അലോയ് വീൽസ് ആണ് വരുന്നത്. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആക്സസറീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പർ നാവിഗേഷൻ ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 5,000-6,000 റുപ്പീസ് വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഫോൺ മൗണ്ട് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മോർ ദൻ എനഫ്. ഒരു ഇന്റർകോമും കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗുഡ് ടു ഗോ. ഇതിൻ്റെ ഹെഡ് ലാംപ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇറക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിക്കും ഈ ഒരു സെയിം ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. സിറ്റി യൂസിനൊക്കെ ഓക്കെയാണ്. നിങ്ങൾ കൂടുതൽ ഹൈവേ റൈഡ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പെയർ ഫോക്സ് ലാംപ്സ് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പേഴ്സണലി ഫോക്സിൽ മൗണ്ട് ചെയ്യുന്നതിൽ വലിയ ഫാനല്ല. സസ്പെൻഷൻ്റെ ട്രാവൽ അനുസരിച്ച് ലൈറ്റ് കിടന്ന് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുള്ളൊരു ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോർക്കിൽ മൗണ്ട് ചെയ്യാതെ ക്രാഷ് കാർഡ്സിൽ മൗണ്ട് ചെയ്യാം. പക്ഷേ ഒരു പെയർ ഫോക്സ് ലാംപ്സ് നെസസറി ആണ്. നിങ്ങൾ സിറ്റി ലിമിറ്റ്സിൽ ഓടിക്കും ഇതേപോലെ ക്യാപ്പ് വെച്ച് കവർ ചെയ്താൽ മതി. ഞാൻ ഇതിന് മുന്നും പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളുടെയും ഹെഡ് ലാംപ്സ് അത്രയ്ക്ക് ഒരു ഔട്ട്പുട്ട് ഇല്ലാത്ത ഹെഡ് ലാംപ്സ് ആണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഓക്സ് ലാംപ്സ് ദി ഒൺലി വേ ടു ഗോ. അല്ലെങ്കിൽ ഹെഡ് ലാംപ്സ് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ഒക്കെ കിട്ടും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പെയർ ഓഫ് ഓക്സ് ലാംപ്സ് വിൽ ഡു. ഈ വണ്ടി ബേസിക്കലി ഹൈവേയിൽ ഓടുന്നൊരു വണ്ടിയാണ്. ഇത് ഓഗസ്റ്റ് 2025 മോഡലാണ്. ഇറ്റ്സ് ഡൺ 5,000 കിലോമീറ്റേഴ്സ്. ഒരു പില്ലിയനെ വെച്ച് ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സാഡിൽ സ്റ്റേ വെച്ചിട്ടുണ്ട്, ഒരു ക്രാഷ് ഗാർഡ് വെച്ചിട്ടുണ്ട്. എല്ലാം മോട്ടോ ടോർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഹൈനസ് എടുക്കുന്ന സമയത്ത് സാന എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മോട്ടോ ടോർക്ക് ഇസ് ഡൂയിങ് പ്രിറ്റി ഗുഡ്. അപ്പോൾ സേഫ്റ്റി സൈഡ് കവേർഡ് ആണ്. പിന്നെ ഒരു പില്ലിയൻ ഫുട്ട് റെസ്റ്റ് എക്സ്റ്റൻഡർ വെച്ചിട്ടുണ്ട്. പില്ലിയന് കുറച്ചുകൂടി ലോങ് റൈഡ്സ് കുറേ കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വണ്ടി ഹൈവേസിൽ മാത്രം ഓടുന്നൊരു വണ്ടിയാണ്. ഞാനും ഇപ്പോൾ ഇത്രയും ദൂരം ഒരു 100 കിലോമീറ്റേഴ്സ് ഓടിയതും ഹൈവേസ് തന്നെയാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6th ഗിയറിൽ ഒരു 100-110 സമാധാനപരമായിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാം. ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നേരെ മറിച്ച് നമ്മൾ സിറ്റി ലിമിറ്റ്സിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം വൈബ്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ ഹൈവേസിലോട്ട് കയറുമ്പോൾ ആ ഒരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. ഞാനിങ്ങനെ ആസ്വദിച്ച് ഒഴുകി ഓടിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റൈഡിങ് പോസ്ചർ ആണെന്നുണ്ടെങ്കിലും അപ്രൈറ്റ് തന്നെയാണ്. ഞാൻ 5 feet 5 ആണ്. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്തിരിക്കണം. ഈ വണ്ടിയുടെ ഓണറാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 6 feet tall ആണ്. ടോൾ റൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഷോർട്ട് റൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ടൂറിംഗ് ഹാൻഡിൽ ബാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇത് ഞാൻ ടൂറിംഗ് മനസ്സ് വെച്ച് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ സിറ്റി കമ്മ്യൂണിറ്റിയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദൻ ഇനഫ്. പിന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 795 mm ആണ്. ഹിമാലയൻ 411 എനിക്ക് തോന്നുന്നു 10 mm കുറവാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഹിമാലയൻ 411 എനിക്ക് അങ്ങനെ ഹൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ വണ്ടിക്ക് ചെറിയൊരു തലതിരിവുണ്ട്. സാധാരണ മീറ്റിയോറിലും ബാക്കിയുള്ള റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളിലും നമുക്ക് ട്രിപ്പ് റീസെറ്റ് ചെയ്യുന്ന ഈ ഒരു സ്വിച്ചാണ്. ലെഫ്റ്റ് സൈഡിൽ ABS ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റയർ ABS ഓഫ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് റൈറ്റ് സൈഡിലാണ് ട്രിപ്പ് റീസെറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. കമ്പനി സ്റ്റോക്കായിട്ടൊരു USB പോർട്ട് Aയും കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വണ്ടിയിൽ ഒരു ഫോൺ മൗണ്ട് ഉണ്ട്. അപ്പോൾ ഈസിലി ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പൊതുവെ വരാറുള്ള USB Type C ആണ്, പക്ഷേ ഇതിൽ Type A ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പഴയ 411 വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2 വേരിയൻ്റ് ആണെങ്കിലും ട്രെയിലാണെന്നുണ്ടെങ്കിലും ഫോഴ്സിലാണെന്നുണ്ടെങ്കിലും സെൻറ്റർ സ്റ്റാൻഡ് സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 196 kilograms ആണ്. യെസ്, വണ്ടി ഹെവിയാണ്. പക്ഷേ വണ്ടിയെ ഓടിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ആ ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബൈറ്റ് നമുക്ക് ഒരു ചെറിയ കുറവ് പോലെ ഫീൽ ചെയ്യും. തീരെ മോശമാണെന്നല്ല, പക്ഷെ നമ്മൾ അത്യാവശ്യം കൈ കൊടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്കിൽ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ബ്രേക്കിൻ്റെ ഫീഡ്ബാക്ക് കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നി. മോസ്റ്റ്ലി ഓർഗാനിക് പാർട്സ് ആയിരിക്കും വണ്ടിക്കകത്ത് ഉണ്ടാവുക. അത് നമുക്ക് മാറ്റിയിട്ട് സെറാമിക്കോ അല്ലെങ്കിൽ സിൻറ്റേർഡ് പാർട്സ് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് കുറേ കൂടി എഫക്റ്റീവ് ആവും. വലിയ അഗ്രസീവ് ഒന്നും അല്ലാതെ സമാധാനപരമായി ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഇസ് ക്വൈറ്റ് ഓക്കെ. അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഇറ്റ്സ് ഓക്കെ. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യും ഒരു സെറാമിക് അല്ലെങ്കിൽ സിൻറ്റേർഡ് പാർട്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. റയർ മാറിയില്ലെങ്കിലും ഫ്രണ്ട് മാറ്റുന്നത് നല്ലതായിരിക്കും. ആ ബ്രേക്കിംഗ് കോൺഫിഡൻസ് നമുക്ക് ഒന്നുകൂടെ കൂടി കിട്ടും. പിന്നെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി. സിറ്റിക്കകത്തൊരു 25-27 ഒക്കെ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. നേരെ മറിച്ച് നമ്മൾ ഹൈവേസിലോട്ട് വരുമ്പോൾ ഒരു 35+ മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഗിയറിൽ ഒരു 80-90 ഒക്കെ പിടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 41 വരെയൊക്കെ മൈലേജ് കിട്ടും. അതൊരു
പ്ലസ് തന്നെയാണ്. പിന്നെ ഈ വണ്ടിയിൽ ഇതിൻ്റെ ഓണറിൻ്റെ പെയിൻറ്റഡ് പാർട്സിലൊക്കെ PPF ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ച് വരുന്നതൊക്കെ ആ PPF എടുത്തോളൂ. ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ കണ്ടോ, അതൊക്കെ PPF-ലാണ് സ്ക്രാച്ച് ആയിരിക്കണം. നത്തിങ് ടു വറി അബൌട്ട്. അതിൻ്റെ ഓണർ ടാങ്ക് ബാഗ് യൂസ് ചെയ്യാനാണ്, അപ്പോൾ അതിൻ്റെ സ്ക്രാച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ടാങ്ക് ബാഗിന് അങ്ങനെ പൊതുവെ സ്ക്രാച്ചസ് ഒന്നും വരാറില്ല. പിന്നെ എന്തെങ്കിലും പൊടിയൊക്കെ ഇരുന്ന് സ്ക്രാച്ച് വരേണ്ട ഒരു പേടി ഉണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് മാത്രം. നമ്മുടെ മീറ്റിയോറിൻ്റെയും സൂപ്പർ മീറ്റിയോറിൻ്റെയും ഹണ്ടറിലൊക്കെ വരുന്ന സെയിം സ്പീഡോമീറ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്കോമീറ്റർ മിസ്സിംഗ് ആണ്. സീറ്റ് ഹൈറ്റ് ഞാൻ പറഞ്ഞില്ലേ 790 mm ആണ്. കണ്ടോ, ഈ രണ്ട് കാലും സുഖമായിട്ട് താഴെ എത്തുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സീറ്റ്സ് ആർ കംഫർട്ടബിൾ. റൈഡർ സീറ്റ് ആണെങ്കിലും പില്ലിയൻ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡ്സ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു ഓഫ് റോഡ് സെച്ചാണ്. സസ്പെൻഷൻ ട്രാവൽ ഹിമാലയൻ്റെ അത്ര ഇല്ലെങ്കിലും മൈൽഡ് ഓഫ് റോഡ്സ് ഒന്നും കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊരു സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഗിയറിലൊക്കെ ചെറിയ വൈബ്രേഷൻ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഒരു 3500 4000 RPM-ലൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ ഇങ്ങനെ കുടഞ്ഞ് കയറും. പക്ഷെ നമ്മൾ ഹൈവേയിലേക്ക് കയറി ഒരു 6th ഗിയറൊക്കെ ഇട്ട് ഒരു 90-100 ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വൈബ്രേഷൻ ഒരു തരി പോലും നമുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. 5th ഗിയറിലേക്ക് നമ്മൾ വണ്ടി മാറുമ്പോൾ തന്നെ വൈബ്രേഷനൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. ഇപ്പോൾ നമ്മൾ 5th-ലാണ്. 411 ഇല്ലാത്തൊരു കാര്യമാണ് 6th ഗിയർ. നമ്മൾ 6th ഗിയറിലേക്ക് ഇട്ടു. ഇവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് ഫുൾ അങ്ങ് ഫ്രീ ആവും. ഇവിടെ നിന്ന് നമുക്കൊരു 90, 100, 110 വരെ ഓക്കെ. അതിനപ്പുറത്തേക്ക് വണ്ടീനെ നമ്മൾ പുഷ് ചെയ്യുന്നൊരു ഫീൽ വരും. ഒരു 90, 100 ആണ് എൻ്റെ ആ സ്വീറ്റ് സ്പോട്ട്. ഒരു കംഫർട്ടബിൾ ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 90 to 100 ആണ്. അത് നമ്മളിങ്ങനെ അലിഞ്ഞ് ചേർന്ന് പോകും. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഹൈനസ്സൊക്കെ ഓടിച്ചൊരു ഫീലായിരുന്നു. അതൊരു റോയൽ എൻഫീൽഡിൽ കിട്ടാമെന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. പിന്നെ ഹിമാലയനിലൊരു വൈസറൊക്കെ വരുന്നുണ്ട്. ഇത് സ്ക്രാം ആയതുകൊണ്ട് വൈസറൊന്നും വരുന്നില്ല. അതിൻ്റെ അത്യാവശ്യം നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ കൂടുതലും ഹൈവേ ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് സ്ക്രാം ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇതിൽ വൈസറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്തായാലും പല ആഫ്റ്റർ മാർക്കറ്റ് ബ്രാൻഡ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിൻഡ് സ്ക്രീനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല. മിക്കവാറും ഞാൻ വല്ല സേലം ചെന്ന് കയറും. നമുക്ക് തിരിച്ച് പോവാം. ഹിമാലയൻ വെച്ചിട്ട് സ്ക്രാമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വണ്ടി ഭയങ്കര ഫ്ലിക്കബിളാണ്. ഹിമാലയൻ ഫ്ലിക്കബിൾ അല്ല എന്നല്ല, ഹിമാലയനേക്കാളും കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹാൻഡിൽ ബാർ. ഞാൻ എസ്പെഷ്യലി ഹൈവേ ടൂറിങ് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നി ഒരു ടൂറിങ് ഹാൻഡിൽ ബാർ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി അപ്രൈറ്റായി വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. ഹാൻഡിൽ ബാർ മാറാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് ഹാൻഡിൽ ബാറാണ് ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ ഒരു ഇൻക്ലൈൻ ഹാൻഡിൽ ബാർ റേസേഴ്സ് വെച്ചാലും മതിയാവും. 4th ഗിയറിൽ തന്നെ 80 ഒക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആ വൈബ്രേഷൻ പതുക്കെ അങ്ങ് ഇല്ലാണ്ടാവും. ആകെ ഫുഡ് പെക്സിലേക്ക് വളരെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു എന്നല്ലാണ്ട് അതൊരു അനോയിങ് വൈബ്രേഷൻ അല്ല. പഴയ ഹിമാലയനൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ മൊത്തത്തിലൊന്ന് വിറയ്ക്കും. അതില്ല കേട്ടോ ഈ വണ്ടി. കണ്ടോ, ഓൾമോസ്റ്റ് 4900 കിലോമീറ്റേഴ്സ് ഓടിയ വണ്ടിയാണ്. അഗൈൻ സർവീസ് സൈഡിലോട്ട് വരുമ്പോൾ ഫ്രീ സർവീസിൽ 2500 സംതിങ് ആണ് വരുന്നത്. പെയ്ഡ് സർവീസ് ആകുമ്പോൾ പ്രോബ്ലി ഒരു 3200 3500 സർവീസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കാവുന്നതാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ 90, 100-ലൊക്കെ പോകുമ്പോഴും മിററിലേക്കൊന്നും എനിക്ക് അങ്ങനെ ഒരു വൈബ്രേഷൻ, ബാക്കിലേക്ക് മിറർ കാണാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ഒരു ഫീലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾ കൂടുതലും സോളോ പോകുന്ന ഒരാളാണ്, നിങ്ങൾ വളരെ ലേഡ് ബാക്കായി റിലാക്സ്ഡായി വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാവുന്നൊരു വണ്ടിയാണ് സ്ക്രാം 440. സ്ക്രാം 440 അധികം ഞാനങ്ങനെ റോഡിൽ കാണാറില്ല. പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും. പഴയ ഹിമാലയൻ 411 ഈ സ്ക്രാമിലുള്ള 440 എഞ്ചിൻ വെച്ച് തിരിച്ചു വരാൻ പോകാമെന്ന് അറിയാൻ കഴിഞ്ഞത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഹിമാലയൻ 411 ഫാൻസ് ഇഷ്ടം പോലെ പേരുണ്ട്. യൂസ്ഡ് വണ്ടിയൊക്കെ തപ്പി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചതൊരു ഭയങ്കര റിലീഫുള്ളൊരു വാർത്തയായിരിക്കും. ഇനിയും നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കാം, അതും 411 440 അപ്ഗ്രേഡ് ആയ വണ്ടി. പണ്ട് നമുക്ക് 5 ഗിയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6 ഗിയേഴ്സ് ഉണ്ട്. ഇതേ കണ്ടോ, നമ്മൾ 6 ഗിയറിൽ ഞാൻ 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഒരു തരത്തിലുള്ള നോക്കിങ്ങോ ഒന്നുമില്ല, വണ്ടി സുഖമായിട്ടാണ് കയറി പോകുന്നത്. ഇപ്പോൾ ഹിമാലയൻ 440 എങ്ങനെയാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എങ്ങനെയാണ് വരിക എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ട്. ആ പഴയ ഐക്കോണിക് ക്ലസ്റ്റർ തന്നെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഡിജിറ്റലാക്കല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ എനിക്കും ഹിമാലയനിൽ ആ പഴയ ക്ലസ്റ്റർ തന്നെയാണ് ഇഷ്ടം. ആ ചെറിയൊരു ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഒരു കോമ്പസ്. സ്ക്രാമിനും അങ്ങനെ വരണം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അഗൈൻ നമുക്ക് ഹണ്ടറിലൊക്കെ പോലത്തെ സെയിം മീറ്ററാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഗിയർ ഷിഫ്റ്റ്സ് സ്മൂത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ, നമ്മൾ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാണ്ടൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അഗൈൻ ഗിയർ ഷിഫ്റ്റ് നമുക്ക് കുറച്ച് ക്ലങ്കിയായിട്ട് ഫീൽ ചെയ്യും. ഹിമാലയൻ 411 ചില സമയത്ത് ഗിയർ ഷിഫ്റ്റ് ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സ്ക്രാം 440 ഗിയർ ഷിഫ്റ്റ് അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഞാനൊരു 6th ഗിയറിൽ 100 കിലോമീറ്റേഴ്സിൽ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി വൈബ്രേഷനും ഇല്ല, നല്ല സ്മൂത്തായിട്ട് വണ്ടി പോകണത്. സ്ക്രാം 440 അങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്കല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് അതിൻ്റെ പുള്ളൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ 3rd ഗിയറിൽ 60 കിലോമീറ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 കിലോമീറ്റേഴ്സ് 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 100
തേർഡ് ഗിയറിൽ നമ്മൾ 90 കയറി, ഫോർത്തിൽ 100, 110, ഫിഫ്ത്തിൽ 110, 120 ഒക്കെ തന്നെയാണ് മാക്സ്. 130 വരെയൊക്കെ പുഷ് ചെയ്താൽ കയറുമായിരിക്കും. ആണോ, വണ്ടി കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി കയറും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്കല്ല. അതങ്ങനെ കൈ കൊടുത്ത് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മളും ടയേർഡാവും, വണ്ടിയും എക്സോസ്റ്റഡ് ആവും. ഒരു 100, 110, 120 വരെയൊക്കെ നമുക്ക് മാക്സിമം പുഷ് ചെയ്യാമെന്ന് മാത്രം. ഹിമാലയൻ 411 വെച്ച് ഓടിച്ച് നോക്കുമ്പോൾ 440-ൽ വൈബ്രേഷൻ കുറവാണ്. അപ്പോൾ ഐ എം അസ്യൂമിങ് ഹിമാലയൻ 440 ഇറങ്ങുമ്പോൾ ഇതേപോലെ വൈബ്രേഷൻസ് കുറവായിരിക്കും എന്നുള്ളത്. അതായത് ബേസിക്കലി കുറേ കൂടി റിഫൈൻഡ് ആയിരിക്കുന്നു. ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഒതുങ്ങിയ വണ്ടിയാണത്. അത് പലർക്കും ഇഷ്ടമായിരിക്കാം. ഹിമാലയൻ 440 ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അഗൈൻ അലോയ് വീൽസ് ഇറക്കുന്നുണ്ടാവോ, അതോ ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ഉണ്ടാവോ? ഈ ട്യൂബ്ഡ് സ്പോക്ക് വീൽസ് എന്നും നമുക്കൊരു ടെൻഷൻ തന്നെയാണ്. പഞ്ചർ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ എന്നും ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാൻ വേണ്ടി പറയാനില്ല, അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. ഇത് പിന്നെ അലോയ് വീലാകുമ്പോൾ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വണ്ടി മൊത്തം ഞാൻ ഇന്നൊരു 150 കിലോമീറ്റേഴ്സ് ഓടിച്ചു. ഐ എം വെരി ഹാപ്പി വിത്ത് ദ ബൈക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രോണിക്സ് ഒന്നും വേണ്ട, ഒരു റോയൽ എൻഫീൽഡ് ഇഷ്ടമുള്ള ഒരാളാണ്, ഹിമാലയൻ്റെ സ്റ്റാൻസ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് സ്പ്ലിറ്റ് സീറ്റ് വേണ്ട, സിംഗിൾ സീറ്റ് മതി, അങ്ങനത്തെ പ്രിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രാംബ്ലർ വേരിയൻ്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാവുന്നതാണ്. വണ്ടി കാണാനും അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ തന്നെയാണ്, അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്ക്രാം 440 കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. റോയൽ എൻഫീൽഡ് സ്ക്രാം 440യുടെ എൻ്റെ ഒരു റൈഡ് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.